ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പഴം കൊണ്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുത്താലോ. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഓൾ എന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിടാൻ മറക്കണ്ട. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ബനാന ബോൾസ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോ കാണാം. നമുക്കൊരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് നെയ്യിലിട്ടിട്ട് ഒരു നല്ല മണം വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അതേ നെയ്യിൽ തന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ റവയാണ് വേണ്ടത്. അത് നന്നായിട്ട് ആ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു മണം വരുന്നത് വരെ നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ റവ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പരത്തി വെക്കണം കേട്ടോ. ഒന്ന് ചൂടാറാവാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് പരത്തി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പഴുത്ത പഴം എടുക്കുമ്പോഴേ ഉള്ളൂ നമ്മളുടെ ആ ബനാന ബോൾസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് പാനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ വെള്ളാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പഴം നെയ്യിലല്ലേ വാട്ടിയെടുക്കാറ്. ഇത് നെയ്യിലിട്ട് വാട്ടിയെടുക്കണ്ട. ഇത് പഴത്തിലൊരു 1/4 കപ്പ് വെള്ളത്തിലിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത്രമാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മളുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഉടയ്ക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ആയി കിട്ടണം. അതുവരെ നമുക്ക് പഴം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് ഒന്ന് ഉടങ്ങി കിട്ടുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതാണ്. അത് കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് ഞാൻ പൊടിച്ചതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളുടെ പഴവും തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്കതൊന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പഴമൊക്കെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ അത് ഉടച്ചെടുക്കുക. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വറുത്തെടുത്ത റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴവും റവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴവും റവയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇത് കയ്യിലിട്ട് ഉരുട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് തണുക്കണം. തണുക്കുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പഴത്തിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതെൻ്റെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പഴം എവിടെയെങ്കിലുമൊക്കെ ഉടയാണ്ട് കിടക്കുന്ന പഴത്തിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടിത് കുഴച്ച് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന രീതിയിൽ വരെ നമ്മളതൊന്ന് കുഴച്ചെടുക്കുക.
എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ബോൾസ് വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ എടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് വലുതല്ല, ഒരു ചെറിയൊരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തത്. അപ്പം നമുക്ക് ബാക്കി ഉള്ള പഴത്തിൻ്റെ മിക്സൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 19 ബോൾസോളം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ വലിപ്പത്തിലാണല്ലോ ഉരുട്ടിയത്, അപ്പോൾ എനിക്ക് 19 ബോൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം വലുപ്പത്തിലാക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് നമുക്ക് ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ ഓരോരോ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസും നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഓൾറെഡി നമ്മളുടെ മിക്സൊക്കെ നല്ല വെന്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഈ ഒരു കളറിലാട്ടോ നമ്മളുടെ ബനാന ബോൾസ് കിട്ടേണ്ടത്. ഈ ഒരു കളറിലാവുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ബാലൻസ് ഉള്ള ബോൾസും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മൾ വെറുതെ കറുത്തിട്ട് വിക്കറ്റിൽ കളയുന്ന പഴമൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയ തട്ടിക്കൂട്ട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറഞ്ഞ ചേരുവകളല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.